ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ്റെ പ്രൊമോയ്ക്കകത്ത് നമ്മൾ കണ്ടതാണ്. ഇതുപോലെ അക്ബറിൻ്റെ പാവ എടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്മിയെ അക്ബറിൻ്റെ അഡ്വക്കേറ്റായിട്ട് ഇതിനെ പറ്റിയിട്ട് വിചാരണ ചെയ്യുന്നത് ഓരോ ആൾക്കാരെ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം ഇത് ഓൾറെഡി ജനങ്ങൾ കണ്ടയാണ് ആരാണ് പാവ എടുത്തതെന്നും പിന്നെ ആ എടുത്ത ആൾ തന്നെ അക്ബറിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാനാണ് പാവ എടുത്തത്, ആതിരയാണ് പാവ എടുത്തിട്ടുള്ളത്. അത് അക്ബറിൻ്റെ അടുത്ത് നിന്ന് പറയുകയും അക്ബർ പൊട്ടിക്കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം എന്തുമാത്രം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ പ്രൊമോകളെല്ലാം കണ്ട സ്ഥിതിക്ക് എനിക്ക്, കാരണം ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോയിൽ നമുക്കറിയാം, നമ്മൾ പ്രൊമോ കാണുമ്പോൾ അറിയാം എത്രത്തോളം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന്. ചോദിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഇനി ഒരു ദിവസം, ഇനി നാളത്തെ എപ്പിസോഡും കൂടെ ഉള്ളു. അപ്പം നാളത്തെ എപ്പിസോഡിനകത്ത് ഇതെല്ലാം കാണും, എല്ലാം കൂടെ ഉൾപ്പെടുത്തും. അവിടെ നടന്നിട്ടുള്ള ചോദിക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉൾപ്പെടുത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉൾപ്പെടുത്തത്തില്ല. കുറച്ച് ഫൺ എലമെന്റ്സും എല്ലാം കൂടെ ചേർന്നാണ് ഒരു എപ്പിസോഡ് പോകുന്നത്. അല്ലാതെ എപ്പിസോഡ് ഫുള്ള് ഫയർ ചെയ്യത്തില്ലല്ലോ. അപ്പം നാളെ എനിക്ക് തോന്നുന്നു 1-2 കാര്യങ്ങൾ ചോദിക്കുമായിരിക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിടുമായിരിക്കാം. പക്ഷേ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ആദിലയുമായിട്ട് ബന്ധപ്പെട്ട് ആദില അനുവിൻ്റെ മൈക്ക് എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കാര്യം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. കാരണം ഇവർക്ക് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. കാരണം അത് ഒരു നിമിഷം പോലും, ഉറങ്ങുന്ന സമയത്ത് പോലും മാറ്റി വെക്കരുതെന്ന് പറയുന്ന ബിഗ് ബോസ് ആ ഒരു മൈക്ക് ആദില എനിക്ക് തോന്നുന്നു കുറേ നേരം, എനിക്കൊന്ന് ഒരു 10-20 മിനിറ്റ് 30 മിനിറ്റോളം ആ മൈക്കിന് വേണ്ടിയിട്ട് തിരയുന്നത് കണ്ടായിരുന്നു ലൈവിനകത്ത്. അപ്പം അത്രയും നേരം ആ മൈക്ക് മാറ്റി വെച്ചിട്ടാണ് അനു അവിടെ നിന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ബിഗ് ബോസിന്റെ റൂൾസിന് എതിരായിട്ട്, എഗൻസ്റ്റ് ആയിട്ടാണ് അവിടെ അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യായിരുന്നു അല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡിന്റെ പ്രശ്നം വരുമ്പോഴത്തേക്ക് നെവിന്റെ ഭാഗത്തു നിന്നുണ്ടായ കുറച്ച് വിഷയങ്ങൾ, നെവിൻ ഈ ഫുഡ് എടുത്ത് കളയുന്നതും ചപ്പാത്തി എടുത്ത് കളയുന്നതും, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അനുവിന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കൊണ്ട് കളയുന്ന രംഗങ്ങളുണ്ടല്ലോ, അത് ചോദിക്കായിരുന്നു. കാരണം അതൊക്കെ ഇമ്പോർട്ടൻ്റ്. പിന്നെ ഈ അനുവും നെവിനും തമ്മിലുള്ളൊരു ഫൈറ്റ് ഉണ്ടല്ലോ, ഈ കുലസ്ത്രീ, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ച് കളിയാക്കുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള അനു ചോദിക്കുന്നതൊക്കെ, അനു അമ്മൂമ്മയ്ക്ക് വിളിക്കുന്ന ആ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും ചോദിക്കായിരുന്നു. അവിടെ ചോദിച്ചതൊന്ന് ഒരു ക്ലാരിഫൈ വരുത്തായിരുന്നു. ഇതിന് നാളത്തെ എപ്പിസോഡിനകത്ത് ചോദിക്കുമെന്ന് അറിയത്തില്ല. കാരണം ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇല്ല. കാരണം പ്രൊമോ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്തായാലും പ്രൊമോയ്ക്കകത്ത് അവർ അത് ഇൻക്ലൂഡ് ചെയ്യുമല്ലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇല്ലെന്ന് തന്നെ മനസ്സിലാക്കാം. നാളത്തെ എപ്പിസോഡിനകത്ത് വരുമോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇതൊക്കെ ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എല്ലാ വീക്കും നമ്മൾ ഇതുപോലെ വന്നിട്ട് നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയും. പക്ഷേ അതൊന്നും ചോദിക്കത്തില്ല. ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് ആരും കാണിച്ച ആ കുറച്ച് കാര്യങ്ങൾ, ഈ മുഖത്തോട്ട് ഊതി കൊടുക്കുക, അനുവിൻ്റെ മുഖത്തോട്ട് ഊതി കൊടുക്കുക, പിന്നെ ആ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയ്ക്ക് ഈ നിവിൻ കാണിച്ച കാര്യം, അതൊക്കെ ചോദിച്ചില്ലേ പിന്നെ എന്തുവാടേ ചോദിക്കുന്നത്? ആ ക്യാപ്റ്റൻസി 3 പേർക്ക് കൊടുത്തിട്ടുള്ള ക്യാപ്റ്റൻസി ടാസ്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിവിൻ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ആ കാണിച്ച ആ ഒരു കോപ്രായം ഉണ്ടല്ലോ, അതൊക്കെയാണ് ചോദിക്കേണ്ടത്. എനിക്ക് തോന്നുന്നില്ല അത് ചോദിക്കുമെന്ന്. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് വേണ്ടെന്നുള്ളൊരു കാര്യം, ജനങ്ങളുടെ അഭിപ്രായമാണ്. അത് ചോദിക്കാൻ തന്നെ വേണം. നാളത്തെ എപ്പിസോഡിനകത്ത് അത് ചോദിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇന്നത്തേനകത്ത് അതില്ല. ഇന്നത്തേനകത്ത് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊമോ വന്നേനെ. ഇന്ന് 4 പ്രൊമോയും കണ്ട് വന്നിട്ടുണ്ടല്ലേ, പക്ഷെ അതിനകത്തൊന്നും ഇല്ല. അപ്പം മെയിനായിട്ട് ഈ ഒരു പാവയുടെ കേസാണ് എടുത്തിട്ടത്. അത് ഇത്രയും വലിയ കണ്ടന്റ് ആക്കേണ്ട കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് എന്തുകൊണ്ട് വലിയ സംഭവമാണ് പാവയുടെ. അത് കഴിഞ്ഞൊരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാനതല്ല ആലോചിക്കുന്നത്. ലാലേട്ടൻ ഇത് വന്ന് ചോദിക്കാൻ, ലാലേട്ടന് ഇച്ചിരി നാണക്കേടില്ലൂടെ ഈ ഒരു പാവ കേസ് വന്ന് ചോദിക്കുക? അത് ഓൾറെഡി കണ്ടു കഴിഞ്ഞ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഒരു ഫണ്ണായിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു അത് കഴിഞ്ഞു. അപ്പം കുറെ കാര്യങ്ങൾ ഇനിയും ഉണ്ട് ചോദിക്കാനൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഒരുപാട് കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ കാര്യങ്ങൾ. അത് പിന്നെ വിഷ്വലിട്ട് കാണിക്കാം. കാരണം ഈ ആദിലയും നൂറയും കൂടെ മാറി ഇരുന്നിട്ട് ഷാനവാസിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളും അനുവിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളും, അതൊക്കെയാണ് ഇൻട്രസ്റ്റ് ജനങ്ങൾക്ക് കാണാൻ. എന്നാലേ ആ ഒരു എപ്പിസോഡിന്റെ ജനങ്ങൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആവും. കാരണം വീക്കിലി ഈ ഒരു ഒരു ആഴ്ച നടക്കുന്ന ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അവിടെ നടക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള കൂടെ ഇരുന്നിട്ട് കാല് വരുന്ന പരിപാടികളൊക്കെ, അതൊക്കെ കാണിക്കുമോ, വിഷ്വലി കാണിക്കുമോ, അതൊക്കെ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ രസമായ എപ്പിസോഡ് അല്ലേ. അതൊക്കെ കാണിക്കേണ്ട കാര്യങ്ങളാണ്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടല്ല അവർ കാണേണ്ടത്. ആ ഹൗസിലുള്ളവർ ഓരോ വീക്കെൻഡിലും അവരെ കാര്യങ്ങൾ കാണണം. എന്നാലേ അവർ
കുറച്ചുകൂടെ ഗെയിമൊക്കെ ഇൻട്രസ്റ്റ് ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് വാശിയാവും മത്സരിക്കാൻ, ഗെയിം കളിക്കാനെ കൊണ്ടും ഫൈറ്റ് ചെയ്യാനെ കൊണ്ടൊക്കെ, ഒരു ഗെയിം കളിച്ച് ഫൈറ്റ് ചെയ്യാനെ കൊണ്ടൊരു വാശിയാവത്തുള്ളൂ. ഇപ്പം ഈ ആദിലയുടെയും നൂറയുടെയും ഈ പറഞ്ഞിട്ടുള്ള ഈ നന്മമരം ഇരട്ടത്താപ്പൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും മറ്റുള്ള കണ്ടസ്റ്റൻസ് അറിയുന്നില്ലല്ലോ. ഷാനവാസ് അറിയുന്നില്ല മാറിയിരുന്ന് കുറ്റം പറഞ്ഞിട്ടുള്ളത്, അതുപോലെ അനു അറിയുന്നില്ല കുലസ്ത്രീ എന്ന് വിളിച്ച് നടക്കുന്നതും തള്ളച്ചി എന്ന് വിളിച്ച് നടക്കുന്നതും ഷാനവാസിനെ വാഴയെന്ന് പറഞ്ഞ് നടക്കുന്നതും ഒക്കെ ഒന്നും അറിയുന്നില്ല. അപ്പൊ ഇതൊക്കെ വിഷ്വൽ ഇട്ട് കാണിക്കണം. അങ്ങനെ എന്തുമാത്രം കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ കാണിക്കാൻ അല്ലേ. വീക്കെൻഡ് എപ്പിസോഡിലോട്ട് വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ചത്തെ ഗംഭീര എപ്പിസോഡായിരുന്നു 2 എപ്പിസോഡും അല്ലേ. കാരണം പ്രൊമോയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ, ഈ ആഴ്ചത്തെ പ്രൊമോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം പ്രൊമോ കണ്ടപ്പോഴത്തേക്ക് എനിക്കറിയാം, കാരണം ചുമ്മാ ഒരു ടാസ്ക്, ഒരു പാവയുമായിട്ട് ബന്ധപ്പെട്ട് അതിങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നൊരു എപ്പിസോഡായിരിക്കും എന്ന് എനിക്ക് തോന്നി ഇന്ന്. പിന്നെ അക്ബർ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്തും അക്ബർ സത്യം പറഞ്ഞാൽ തകർന്നിരിക്കുന്ന ഒരു അക്ബറിനെയാണ് കാണുന്നത്. ഞാനതല്ല ആലോചിക്കുന്നത്, ഒരു പാവയുടെ കേസ്, ഒരു പാവ മോഷ്ടിച്ചു എന്നും പറഞ്ഞിട്ട് ഇത്രയും ഇമോഷണലി തകർന്നിരിക്കുന്ന ഒരു അക്ബറിനെയാണ് കാണുന്നത്. സാധാരണ അക്ബർ ഇങ്ങനെ ആയിരുന്നു അല്ല. കാരണം മറ്റുള്ള ആൾക്കാർ ഗെയിമിൽ ഈ പറഞ്ഞിട്ടുള്ള ഗെയിമിൽ അവർ പെർഫോം ചെയ്യാതെ വന്നാലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കോയിൻ കിട്ടാതെ വന്നാലോ, അല്ലെങ്കിൽ അവർ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ അവരെ പോയി ഈ പറഞ്ഞിട്ടുള്ള അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന അക്ബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടാസ്ക് അല്ലേ, ഇതൊരു ഗെയിം അല്ലേ, അതിൻ്റെതായിട്ടുള്ള സെൻസി എടുക്കടാന്ന് പറയുന്ന അക്ബർ ഒരു പാവമോഷണം പോയതിന്റെ പേരിൽ അക്ബർ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്നത്. ഇനി ഇതൊരു കാർഡ് ഇറക്കിയുള്ളൊരു കളിയാണെന്നൊന്നും അറിയത്തില്ല. കാരണം ഒരു സെന്റിമെന്റൽ കാർഡ് എവിടേക്കോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അല്ലാതെ അക്ബർ എന്തായാലും ഇങ്ങനെ ഒരു ഇതിലോട്ട് പോകത്തില്ല. കാരണം ഒരു 5 പാവഘട്ടം എന്ന് പറഞ്ഞിട്ട് എന്തുവാടേ അതിന്റെ. ഇപ്പം അവിടെ ഇനി ഈ പറഞ്ഞിട്ടുള്ള നോമിനേഷൻ ഫ്രീ ആയാലോ, അല്ലെങ്കിൽ കുറച്ച് കോയിൻ കിട്ടിയാലോ, ഈ പറഞ്ഞിട്ടുള്ള ഇമ്മ്യൂണിറ്റി കിട്ടിയാലോ, അവിടെ ജനങ്ങൾ തീരുമാനിക്കണം അയാൾ അവിടെ നിൽക്കണം. ചിലപ്പോൾ ഒരാഴ്ച കൂടുതൽ നിന്നെന്ന് വരും. ഈ ഒരു നോമിനേഷൻ ഫ്രീ കിട്ടുന്ന സമയത്ത് ഒരാഴ്ച കൂടുതൽ നിന്നെന്ന് വരും. പക്ഷെ അത് കഴിഞ്ഞിട്ടും നിൽക്കണമെങ്കിൽ ജനങ്ങളിൽ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഒരു പാവയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അക്ബർ ഇങ്ങനെ അങ്ങ് തളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തായാലും മറ്റുള്ള അവിടെ ഉള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് ബുദ്ധി കൂടുതൽ അക്ബറിനുണ്ട്. കാരണം എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് അക്ബറിന് അറിയാം. എനിക്ക് തോന്നിയത് ഒരു പുള്ളിക്കാരൻ്റെ ഒരു ഗെയിമിന്റെ ഒരു ഭാഗമായിട്ടൊരു കാടിറക്കിയുള്ളൊരു കളിയാണെന്നൊന്നും അറിയത്തില്ല. അല്ലാതെ അക്ബറൊന്നും അങ്ങനെ ഇത്രയും ഇമോഷണലി തകരത്തിലാണ് പുള്ളിക്കാരൻ. നമ്മൾ കാരണം ഒന്ന് തൊട്ടുള്ള എപ്പിസോഡ് തൊട്ട് ഇതുവരെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പലരും അവിടെ പൊട്ടിക്കരയുന്ന സമയത്ത് അക്ബർ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കളിയാക്കി പറയുന്നത് ഇതൊരു ഗെയിം അല്ലേടേ, ഇതൊരു ഷോ അല്ലേടേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന അക്ബർ ഇപ്പം ഒരു പാവയ്ക്ക് വേണ്ടിയിട്ട് പൊട്ടിക്കരയുന്ന അക്ബറിനെയാണ് കാണുന്നത്. ഇന്നത്തെ പ്രൊമോയ്ക്കകത്തും അതുപോലൊരു അക്ബറിനെയാണ് നമ്മൾ കണ്ടത്. ഇപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. ചിലപ്പം ഈ പുള്ളിക്ക് ചിലപ്പം ജെനുവൻ ആയിരിക്കൂടെ, ചിലപ്പം ജെനുവൻ ആവാനും ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞാണ് ജെനുവൻ ആവാനും ചാൻസ് ഉണ്ട്. ചിലപ്പം പുള്ളിയുടെ അതൊരു സ്ട്രാറ്റജി ആയിട്ട് എടുത്ത് ഒരു കാർഡ് ഇറക്കി കളിക്ക് വേണ്ടിയിട്ടുള്ളൊരു പരിപാടി ആയിരിക്കാം. ചിലപ്പോൾ ജെനുവൻ ആയിരിക്കും. കാരണം ഒരു മനുഷ്യന്, എല്ലാ മനുഷ്യർക്കും ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ബൗണ്ടറി എത്തുമ്പോഴത്തേക്ക് അത് പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചോദിക്കാൻ കിടക്കുവാണ് അല്ലേ. അപ്പോഴാണ് ഈ പാവ എടുത്തതിന്റെ പേരിൽ അവിടെ ഒരു കോടതിയൊക്കെ ആക്കിയിട്ട് എന്തൊരു വൻ കോമഡി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. വൻ കോമഡി എന്ന് വെച്ചാൽ വൻ കോമഡിയാ. അതിന്റെ പേരിൽ മറ്റുള്ള ആൾക്കാരെ വിചാരണ ചെയ്യുന്നത് ഇത് ജനങ്ങൾ ഓൾറെഡി കണ്ടേ. പക്ഷെ ആ ഒരു വിഷലിട്ട് കാണിക്കുകയെന്നുണ്ടെങ്കിൽ, വിഷലിട്ട് കാണിച്ചിട്ട് പാവ മോഷ്ടിക്കുന്ന ആൾക്കാരെയൊക്കെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് കാണിക്കുമെന്ന് അറിയത്തില്ല എപ്പിസോഡിനകത്ത്. അപ്പം എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യും. അതുപോലെ ജയിൽ നോമിനേഷന്റെ കാര്യം അതൊക്കെ ചോദിച്ചിരിക്കണം കേട്ടോ. നാളത്തെ എപ്പിസോഡിനകത്ത് ഞാൻ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇന്നത്തേനകത്ത് കാണത്തില്ല. കാരണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രൊമോയ്ക്കകത്ത് കാണിച്ചാണ്. പക്ഷെ ഈ ജയിൽ നോമിനേഷന്റെ ഈ ഒരു ഗ്രൂപ്പിസം കണ്ടോ എപ്പിസോഡ്, ഇനി വലിയ ദിവസങ്ങളില്ല അല്ലേ ഈ ഫിനാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ജയിൽ നോമിനേഷനകത്ത് നടക്കുന്ന ഗ്രൂപ്പിസത്തിനൊന്ന് പൊളിച്ചെടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ഈ ഒരു ഇത് തീരുന്നതിന് മുമ്പേ അതിനെപ്പറ്റി ലാലേട്ടൊന്ന് ചോദിക്കണം. കാരണം ഇവിടെ ജയിലിൽ പോകാത്ത എത്ര ആൾക്കാർ ഇപ്പോഴും കിടക്കുക, ഒരു കഴിവുമില്ലാത്ത ആൾക്കാർ ഇപ്പോഴും ജയിലിൽ പോകാതെ കിടക്കുന്നുണ്ട് അല്ലേ. ടാസ്ക് കളിച്ച് വിൻ ചെയ്ത് എന്തെങ്കിലും അവിടെ നേടിയിട്ടുള്ള ആൾക്കാരാണ് കണ്ടിന്യൂ ജയിലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതൊരു ഗ്രൂപ്പിസത്തിന്റെ എക്സ്ട്രീം ലെവലാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ചോദിക്കണമെന്ന് എനിക്കൊരു ഇതുണ്ട്. അതൊക്കെ ചോദിക്കുമെന്ന് നമുക്ക് ഇനി നാളെ അറിയാം. നാളത്തെ പ്രൊമോ വരുമ്പോഴത്തേക്ക് നോക്കാം. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യും.